ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മുടെ 1 മില്യൺ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പം അതും നമ്മൾ പുട്ടുകുറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ചാനലിൽ പുട്ടുകുറ്റി കൊണ്ട് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിനും നല്ല വ്യൂസ് ഉണ്ട്. നിങ്ങൾ ഒരുപാട് പേര് അത് നന്നായിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ 1 മില്യൺ സ്പെഷ്യൽ റെസിപ്പിയും പുട്ടുകുറ്റിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് എന്താണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതും നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 മില്യൺ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇത് കുറച്ച് ഐസായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഉടച്ച് കൊടുത്തിട്ട് ഞാനിത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് നല്ല പോലെ സ്റ്റിഫായിട്ട് കിട്ടുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് വിപ്പിംഗ് ക്രീമിന് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. വിപ്പിംഗ് ക്രീം ഓൾറെഡി മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിവിടെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4 ഫ്ലേവറിലാണ് കേട്ടോ ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു 4 ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്ലേവറിനനുസരിച്ചിട്ടുള്ള എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, സ്ട്രോബെറി മിൽക്ക് മിക്സ്, ബദാം മിൽക്ക് മിക്സ്, അതാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഒന്ന് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസുമാണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെ 4 ഫ്ലേവർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിസ്തയും ബദാമും സ്ട്രോബെറിയും പിന്നെ ബട്ടർ സ്കോച്ചും. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ്. ഞാനിവിടെ കുറച്ച് പിസ്തയും ബദാമും കാഷ്യൂ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ കറുത്ത ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലേക്സും വേണം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ നട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിസ്തയൊക്കെ തോട് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോന്നും നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറീസ് വേണമെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു മിക്സാണ് കേട്ടോ ചേർത്തത്. കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ടൂട്ടി ഫ്രൂട്ടി ആയാലും മതി. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. കോൺഫ്ലേക്സൊക്കെ കൈകൊണ്ട് ഒന്നങ്ങോട്ട് പൊടിച്ചിട്ട് ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സും ഇവിടെ നട്ട്സിൻ്റെ മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ടുകുറ്റിയിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള പുട്ട് ഐസ്ക്രീമാണ് കേട്ടോ. അതും ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വളരെ ചിലവ് കുറഞ്ഞിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഐസ്ക്രീം വാങ്ങി നിറക്കാണെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് കാശ് ചിലവല്ലേ, അതും കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പുട്ടുകുറ്റിയുടെ ചില്ലില്ലേ, അത് ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ താഴേക്ക് ഈ ഒരു ക്രീമൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു നട്ട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഇങ്ങനെ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീമില്ലേ അതിട്ട് കൊടുക്കാം. നമ്മൾ പുട്ടുകുറ്റിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ആദ്യം ഐസ്ക്രീം ആക്കി എടുക്കണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ബൗളിൽ വെച്ചിട്ടാണെങ്കിലും അത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നേരിട്ട് പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓരോ ഫ്ലേവറും ക്രീം ചേർത്തതിന് ശേഷം നല്ല പോലെ ടാപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുട്ട് ഐസ്ക്രീം കുത്തിക്കഴിഞ്ഞാൽ അതിലൊരുപാട് ഹോൾസും കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ കുത്തിയിട്ട് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞെടുക്കണം. കണ്ടോ, ഇതുപോലെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കൂലേ, അതേപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് എയർ ബബിൾസ് കളഞ്ഞു കൊടുക്കണം കേട്ടോ. ഓരോന്നിൻ്റെ ഇടയിലും ഇതുപോലെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും നട്ട്സിൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ ഒരു രാത്രി മുഴുവൻ വെക്കാം. നമ്മൾ ഒരു 12 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു 5 മണിക്കൂർ മാത്രമാണ് വെച്ചത്. തലേദിവസം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു 12 മണിക്കൂർ വെച്ചിട്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് ഞാനൊരു 5 മണിക്കൂറാണ് കേട്ടോ വെച്ചത്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും 12 മണിക്കൂർ തന്നെ വെക്കണം. അപ്പോൾ ബാക്കിയുള്ള ക്രീം ഞാൻ ഇതുപോലെ താഴെ വെച്ചതാണ് കേട്ടോ. ഫ്രീസറിൽ വെച്ചാൽ അത് ഐസ്ക്രീം ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ താഴ്ഭാഗത്ത് വെക്കുക. ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് മാറ്റിയാൽ അതും നമുക്ക് ഐസ്ക്രീം ആക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ ഞാനിത് എന്തായാലും ഒരു 5 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ, പെട്ടെന്ന് പുട്ടുകുറ്റിയിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള നട്ട്സിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ആ ഒരു മിക്സ് ഇല്ലേ, കോൺഫ്ലേക്സ് ഒക്കെ ഇല്ലേ, അത് ഒരു പ്ലേറ്റിൽ നിരത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു പുട്ട്, ഐസ്ക്രീം പുട്ട് ഇതുപോലെ കുത്തി പുറത്തേക്ക് ഇടുന്നത് കേട്ടോ. അപ്പം ഞാൻ 2 പുട്ടുകുറ്റിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഞാൻ പുട്ടുകുറ്റിയിൽ നിന്ന് പുറത്തെടുക്കുകയാണ് കുത്തിയിട്ട്. അപ്പോൾ ഇതുവരെ പുട്ട് ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഐസ്ക്രീം വാങ്ങിയിട്ടും ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമാണ് കേട്ടോ, ഒരുപാട് കാശ് ചിലവാണ്. കുറച്ച് ക്വാണ്ടിറ്റിയിലേ ചെയ്യാനും പറ്റുള്ളൂ. ഇങ്ങനെ ക്രീമിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങുകയാണെങ്കിൽ, കണ്ടൻസ്ഡ് മിൽക്കും വാങ്ങുകയാണെങ്കിൽ കുറേ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ മണിക്കുട്ടനെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അവന് കുറേ ആയി ഞങ്ങൾ ക്രീം വാങ്ങി വെച്ചിട്ട് 1 മില്യൺ ആകുമ്പോൾ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്